ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPM-ൻ്റെയും CPI-യുടെയും ഒക്കെ കോട്ടയാണ്. കൊത്തളങ്ങളാണ്. അവിടെ അങ്ങനെ ഇടിച്ചു കയറി ചെല്ലുക എന്ന് പറയുന്നത് മറ്റ് പാർട്ടികൾക്കൊക്കെ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ അത്ഭുതകരമായ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചു എന്നുള്ളതാണ്. ഈ CPM-ൻ്റെയും CPI-യുടെയും കയ്യിലിരുന്ന പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ ഇത്തവണ UDF പിടിച്ചെടുക്കുന്ന സാഹചര്യം, BJP-യും ചില സ്ഥലങ്ങളിൽ കടന്നു കയറുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങി. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിൽ ഏറ്റ തിരിച്ചടിയുടെ പേരിൽ തുറന്ന പോരിൽ CPM-ഉം CPI-യും എത്തുകയാണ്. മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് കൈനഗിരി ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിൽ ഉണ്ടായ പരാജയമെന്ന് CPM ആരോപിക്കുമ്പോൾ, മുന്നണി മര്യാദ പാലിക്കാത്ത CPIM തങ്ങളുടെ സംഘടനാപരമായ വീഴ്ച മറച്ചുവെക്കാൻ CPI-യെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി തുറന്നടിച്ചു. ഇരുകൂട്ടരും പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ അടിയുറച്ച പാർട്ടി കോട്ടകളിൽ ഏറ്റ പ്രഹരം ഇടതുമുന്നണിയെ ആകെ ഞെട്ടിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുകോട്ടയാണ് കുട്ടനാട്. രാമങ്കരിയും കൈനഗിരിയും ഒക്കെ 25 വർഷത്തിനു മേലായി ചുവന്നു തന്നെ നിൽക്കുന്നു. എന്നാൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ആകെയുള്ള 13 പഞ്ചായത്തുകൾ 9 UDF വിജയക്കൊടി പാറിച്ചു. ഏത് പ്രതികൂല തരംഗത്തിലും കുലുങ്ങാത്ത കൈനഗിരിയും രാമങ്കരിയും നീലംപേരൂർ പഞ്ചായത്തുകളും ഇടതിനെ കൈവിട്ടപ്പോൾ ഭരണം 4 മാത്രമായി ചുരുങ്ങി. നീലംപേരൂർ ആകട്ടെ 14 വാർഡുകളിൽ 7 വിജയിച്ച് NDA ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഗുരുതര സംഘടനാ പ്രശ്നങ്ങൾ CPM നേരിടുന്ന കമ്മിറ്റികളിലൊന്നാണ് കുട്ടനാട് ഏരിയ കമ്മിറ്റി. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം വലിയ കൊഴിഞ്ഞുപോക്കാണ് CPM അഭിമുഖീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ സീറ്റ് തർക്കം കൂടി വന്നതോടെ വലിയ തിരിച്ചടി നേരിട്ടു. എന്നാൽ CPI 5 പഞ്ചായത്തുകളിലോളം ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് കുട്ടനാടിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് CPM ആരോപിക്കുന്നത്. ഞങ്ങളുടെ പരമ്പരാഗതമായ പല പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ഞങ്ങൾ കുട്ടനാട് മണ്ഡലത്തിൽ ഉണ്ടായ LDF-നകത്തെ ചില പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾ വിശദമായി പരിശോധിച്ച് കൂടുതൽ ഐക്യത്തോടുകൂടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് നല്ല യോജിപ്പോടെ കുട്ടനാട് മണ്ഡലം മുന്നോട്ട് പോകും. CPM-ന്റെ സംഘടനാ വീഴ്ച CPI-യുടെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിക്കേണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി തിരിച്ചടിച്ചു. CPI-യുടെ കുട്ടനാട്ടിലെ വളർച്ച അംഗീകരിക്കാൻ CPM തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, സീറ്റ് വിഭജനത്തിൽ മുന്നണി മര്യാദകളെല്ലാം ലംഘിക്കപ്പെട്ടു. നഗരസഭകൾ CPM CPI കാലുവാരിയെന്നും ആരോപണമുയർന്നു. കൈനഗിരിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് വരെ CPM-ന് ഭരണം നഷ്ടപ്പെടാത്തൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം CPI-യുടെ തലയിൽ ചാരുമ്പോൾ CPM ജില്ലാ സെക്രട്ടറി ബോധപൂർവം ശ്രമിക്കുന്നത് അവരുടെ സംഘടനാപരമായ വീഴ്ചകൾ മറച്ചുവെക്കാനാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സ്ഥിതി രൂക്ഷമാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലത്ത് CPM-ൽ നിലനിന്നിരുന്ന രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് രാമങ്കരിയിൽ വലിയ വിഭാഗം CPM പ്രവർത്തകർ CPI-യിലേക്ക് പോയിരുന്നു. ഇത്തവണ 8 വാർഡുകളിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇത് പഞ്ചായത്ത് ഭരണം കൈവിട്ടു പോകുന്നതിന് കാരണമായെന്ന് മാത്രമല്ല, ഒരു വാർഡ് മെമ്പർ പോലും ഇല്ലാതിരുന്ന BJP-ക്ക് രാമങ്കരിയിൽ 3 സീറ്റുകൾ വരെ ലഭിച്ചു. LDF-ന് വെറും 4 വാർഡുകൾ മാത്രമാണ് വിജയിക്കാനായത്. കുട്ടനാട്ടിലെ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ CPM പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തത്രപ്പാടിലാണ്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ. ഇപ്പോൾ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ അങ്ങനെയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ചർച്ചകളൊക്കെ CPM-ഉം CPI-യും തമ്മിൽ നടക്കുന്നുണ്ടാകാം. മറ്റു വാർത്ത